ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഗെയിം അപ്ഡേറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ പുതിയ എബിലിറ്റീസ് വന്നതെന്നൊക്കെയാണ് നോക്കണത്. അതിനായിട്ട് ട്രെയിനിങ് ലോബി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പുതിയതൊരു കുറേ എബിലിറ്റീസൊക്കെ വന്നിട്ടുണ്ട്. ഒരു എബിലിറ്റി തന്നെ വേറെ എന്തൊക്കെയൊക്കെ ഇതിൽ അങ്ങനെ അതെന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാൻ ട്രെയിനിങ്ങിലെത്തിയിട്ട് ഇതാണ് നമ്മൾ പുതിയ വന്ന എബിലിറ്റീസ് എല്ലാം. ഇത് മുഴുവൻ പുതിയതാണ്. അപ്പോൾ ഫസ്റ്റത്തെ അമ്മയിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ എടുത്ത് നോക്കാം. ഇതൊരു വൂക്കോമിൻ്റെതാണ്. നമ്മൾ ഇടുമ്പോൾ തന്നെ വൂക്കോമിൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ പായും. അതൊരു ഡെമ്മിയാണ്. എനിമീസ് അതിനടിക്കുമ്പോൾ നമുക്ക് നല്ല തല അടിച്ച് പൊട്ടിക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് എനിമിനൊക്കെ പ്രാങ്ക് ചെയ്യാൻ പറ്റിയതാണ്. പിന്നത്തെ ഒരു വൂക്കോമിൻ്റെ തന്നെയാണ്. ഇതെന്തോ 2-3 വൂക്കോമാണ്. ഇത് നമ്മളൊന്ന് നീങ്ങുമ്പോൾ വൂക്കോം ഇങ്ങനെ വേറൊരു പുല്ലിങ്ങനെ പോവും. 3 ഉണ്ടാവും. ഒന്നേ ഇപ്പോൾ കാണിക്കണുള്ളൂ, 2. ഈ അടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊരു സ്കൈലറാണ്. ഇതിപ്പോൾ നമ്മൾ ഗ്ലൂ അല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ആയിട്ട് ഇട്ട് നോക്കാം. സ്കൈലറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് വേറെ ഡിസൈനാണിത്. സാധാരണ ഈ ഡിസൈനല്ല ഉണ്ടാവില്ലേ, ചുവപ്പ് നല്ലോണമാണ് ഉണ്ടാവില്ലേ. ഇതിപ്പോൾ വേറെ ഡിസൈനാണ്. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ അതും സ്കൈലറാണ്. ഇത് ഗൈസ് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇതെന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല. അറിയുന്നവരൊന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ ഇട്ട് നോക്കി, ഇതിനൊന്നും മനസ്സിലാവില്ല ഇതെന്താണ്. പിന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ ഇത് എനിക്കറിയാം, വീഡിയോസിലൊക്കെ കണ്ടിന്. അമ്മ ക്രോണ ഇട്ടിട്ട് അമ്മ പായണ അങ്ങനത്തെ ഒന്നാണിത്. ഇത് തന്നെയാണ്. ഇത് ക്രോണ യൂസ് ചെയ്ത് നമുക്കിങ്ങനെ പായാം. എനിമീസ് ഒന്നും അടിക്കില്ല. പക്ഷെ എനിമീസ് കുറേ അടിച്ചാൽ ഈ ക്രോണ പൊട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ക്രോണാണ്. ഇതും എനിക്കറിയാം, ട്രെയിനിങ്ങിലാരെ യൂസ് ചെയ്യാൻ വേണ്ടിന്. ഇതിൻ്റെ പുറത്ത് വന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് കാണാനില്ല. ഞാൻ ഇട്ടോൽക്ക് കാണാം, എനിമേഷനൊന്നും കാണാനില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്നാലേ ഉള്ളിലത്തൊക്കെ കാണാനുള്ളൂ. പുറത്ത് നിന്നാൽ ഒന്നും കാണാനില്ല എനിമീസിന്, നമ്മൾ കാണാം. പിന്നെ അടുത്ത് നോക്കേണ്ടത് മറ്റേ ഹോമറിൻ്റെ ആ ഡ്രോണിൻ്റെ എബിലിറ്റി എന്തോ ആണ്. ഇത് സാധാ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇതിലെന്ത് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 2 ഹോമർ എങ്ങാനും ഉണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊന്ന് എടുത്ത് നോക്കാം. മറ്റേതൊരു തലേന്ന് പോയില്ല കേട്ടോ. ഇതിടുമ്പോൾ നമ്മൾ ഒരു സ്കേറ്റിംഗ് ബോർഡ് കിട്ടും. ഇത് 2 നോക്കണ്ടാകും. മറ്റേതാണ്, അത് പൊട്ടിയിട്ടുണ്ട്. ഇതും ഭയങ്കര ഇഷ്ടമായിട്ട്, കാരണം സ്കേറ്റിംഗ് ബോർഡ് നല്ല ഒരു ലുക്കുള്ളൊരു സ്കേറ്റിംഗ് ബോർഡ് തന്നെയാണിത്. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കപ്പലിൻ്റെ മറ്റേ ആ ലൈഫ് വരുന്ന വിളിച്ചാണ്. ഇവിടെ ടീമേറ്റ് ആരും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ കഴിയൂല. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ അതും ഒരു കപ്പലിൻ്റെ ഒരു വിളിച്ചാണ്. കപ്പലിൻ്റെ തന്നെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്, മറ്റേ വള്ളി ക്യാരക്ടർ. പിന്നെ അടുത്ത് നോക്കുകയാണ് ഓസ്കാറാണ്. ഈ ഓസ്കാർ നമ്മൾ ഇടുമ്പോൾ നമ്മളെ മുമ്പിലൂടെ 3 ആൾക്കാർ പായും. അപ്പോൾ എനിമീസിന് കൺഫ്യൂഷൻ ആവും, നമുക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ അത് മനസ്സിലാത്തണം ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കിയാണ്. എന്നിട്ട് 3 ആൾക്കാരെ നമ്മൾ മുമ്പിലൂടെ പായുക. അപ്പോൾ അതൊക്കെ ആയി. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഇട്ട് നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഇതുവരെ CS-ലും VR-ലൊന്നും കണ്ടില്ല ഇട്ടിട്ടൊന്നും. ഇതിങ്ങനെ ഓടിയോണ്ടിരിക്കും. എനിമിൻ്റെ അടുത്ത് വരെ ഡാമൊന്നും കിട്ടണില്ല. ഈ ട്രെയിനിങ്ങത്തെ എനിമിയാണ്. മറ്റേ എനിമിക്ക് ഡാം ഇട്ടുണ്ടോയെന്ന് അറിയില്ല. നോക്കി പറഞ്ഞുതരാം. ഡാം ഇട്ടു. അതങ്ങനെ മിന്നൽ പോലെ കുറേ ദൂരത്തേക്ക് ഇങ്ങനെ പോകും. പിന്നെ അടുത്ത് നോക്കാനുള്ള ഒരു അലോക്കിൻ്റെ ഒരു ന്യൂ ആണ്. ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് വലിപ്പം കൂട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അലോക്കിൻ്റെ നല്ല വലിപ്പമുള്ള പോലെ എനിക്ക് തോന്നുന്നു. നല്ല വലിപ്പമുണ്ട്. അങ്ങനെ ഈ ഒരു എബിലിറ്റിയാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ അതും ഒരു അലോക്കിൻ്റെ തന്നെയാണ്. അതും അതേമാതിരി തന്നെയാണ്. ഇതിനെന്താ പ്രത്യേകത എന്നൊന്നും എനിക്കറിയില്ല. ഓടുമ്പോൾ സ്പീഡ് ഇട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓടുമ്പോൾ കാലുമ്പോൾ അതെന്തോ ഒരു തീയൊക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കോഡൻ്റെ എബിലിറ്റി ആണ്. ഇത് എനിമീസ് CS-ലും VR-ലും അങ്ങനെ ലോങ് റൈഫിലും അങ്ങനെ ഉപയോഗിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല, മനസ്സിലാവില്ല. നമുക്ക് അടുത്ത എന്താ നോക്കാം. അടുത്ത നോക്കുകയാണെങ്കിൽ അതും ഒരു കോഡൻ്റെ എബിലിറ്റി തന്നെയാണ്. അതും യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് വലിയ കാര്യമില്ല. അപ്പോൾ ഇതും പുതിയ വന്ന കോഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എബിലിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നുമില്ല എന്നാണ്. പിന്നെ ഇവിടെ ഒന്നുമില്ല. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ നോക്കാനായിട്ട് നമ്മൾ ട്രെയിനിങ് അങ്ങോട്ട് ബാക്ക് അടിക്കാം. അങ്ങനെ ബാക്കിലെത്തുമ്പോൾ മുമ്പേ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ 9th ആനിവേഴ്സറിയിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അവിടെ
ഇതെന്തോ മറ്റേ ടെലിപ്പോർട്ടിൻ്റെ പോലെ ഉണ്ട് കണ്ടിട്ട്. ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തോ ഇതാ പുതിയ വണ്ടിയിലോ അങ്ങനെ എന്തൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി കയറിയതാണ്, ഇപ്പോൾ റേഞ്ചില്ല, അതാണ് ഇങ്ങനെ കാണിക്കണം. ഓൾറെഡി കയറി അപ്പുറത്തെ ഒരു ഫൈറ്റിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്. എന്താ ആ സൈഡിൽ കാണുന്നതാണ്. ഇതാണ് ഫൈറ്റിൻ്റെ സ്ഥലം. ഞാൻ ഫൈറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ തലയിലുണ്ട് സ്ട്രീക്ക്. ആ സ്ട്രീക്ക് ഉണ്ട്. അത് 4 ബൂയി അടിച്ചതിനാണ് ആ സ്ട്രീക്ക് ഉണ്ടാവുക. ഫൈറ്റ് എടുക്കൽ എങ്ങനെ എനിക്കിതിനെ മനസ്സിലായില്ല. അപ്പം എന്തോ കൈയായിട്ട് ഫൈറ്റ് ആയതാണ്. എല്ലാവരും ഫൈറ്റ് എടുക്കാൻ എങ്ങനെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതാ നോക്കുമ്പോൾ ഓലതാണ്ടോ ഫൈറ്റ് എടുക്കണേ അതേമാതിരിയാണ്. ഇതാ നമ്മൾ ഇവിടുന്ന് കാണുകയൊക്കെ ചെയ്യുക സ്വിച്ച് ചെയ്ത് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. അത് നോക്കുകയാണെങ്കിൽ മേത്തലുണ്ട് സ്കോർ ബോർഡും അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്ട്രീക്കിൻ്റെ സാധനം എടുക്കൽ. ഇതാ നമുക്ക് ഡെയിലി ടാക്സിൽ നിന്ന് കുറച്ച് ക്ലൈം ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. 9 ഇങ്ങനെ ഇതാക്കണതുണ്ടാവും. നമുക്ക് 2 ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇവിടെ ആ ഗിഫ്റ്റിൻ്റെ വ്യൂ നോക്കിയിട്ട് ഇതാണ് നമ്മളെ വണ്ടിയിൽ നല്ല ഇഷ്ടപ്പെട്ടു. ഫ്രീ എടുക്കണമാകുമ്പോൾ നല്ല ഫ്രീ കൊടുക്കുകയാണ്. ഇത്രക്കും അടിപൊളി വണ്ടിയിലൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്. ആ കുപ്പായും ആ പാൻറ്റും ആ മാസ്കൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അതാ ഒരു പരാഫലിൻ്റെ ഒരു സ്കിന്നും കൊടുക്കുന്നുണ്ട്. ഇതും ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവിടുന്ന് ഫൈറ്റ് എടുത്തതിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ ഉണ്ട്. അതിൽ 1ാം സ്ഥാനമാണ് നമ്മൾ. ആരാ നോക്കിയാൽ നമ്മളാണ് 1ാം സ്ഥാനം. ആണോ ടൈറ്റൻ 4 ബൂയ നമ്മളാണ് ഇവിടെ 1ാം സ്ഥാനം. ബാക്കിയുള്ളവരൊക്കെ 3 സ്ട്രീക്ക് എടുക്കുമ്പോഴത്തേനാണ് ചത്തു പോവാണ്. നമ്മക്കേ അത് കഴിയുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നാൽ നമുക്ക് വേണ്ടി ഡാൻസ് കളിക്കാം. നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ കളിക്കാം. അതിൻ്റെ അപ്പുറത്ത് പോയാൽ ഡാൻസ് പോവും. അതിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടെ. പിന്നെ നമുക്ക് നമ്മളെ ഈ സെലിബ്രേറ്റ് ഒക്കെ ചെയ്താടല്ലോ ഇവിടെ അപ്പുറത്തുനിന്ന് നമുക്ക് നമ്മളെ ഇതൊക്കെ കൂട്ടാം. വലിപ്പം കൂട്ടാം. കഴുത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. കാലിൻ്റെ വലിപ്പം കൂട്ടി പാന് അത് വെക്കിയിട്ട് അങ്ങനെ ഇട്ടാൽ മതി. കണ്ടോ ഞാൻ ഇപ്പോൾ വലുതായി. അങ്ങനെ ഇട്ടാൽ മതി. ഈ കഴുത്തിൻ്റെ നീളം അങ്ങനെയൊക്കെ കൂട്ടിയാൽ കഴുത്തിൻ്റെ നീളം കൂട്ടി കണ്ടോ ഇങ്ങനെ ഇട്ടാൽ മതി. പക്ഷേ അത് സെലിബ്രേറ്റ് ചെയ്ത് 9 ഇതാക്കണം, എന്നാലാണ് അതാവുക. അവിടെ ഇങ്ങനെ കുറേ ആക്കുമ്പോഴാണ് ഓരോ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ ലഭിക്കുക. പിന്നെ പഴയ പോലെ ആക്കണേൽ റീഫ്രഷ് ആക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ബാക്കടിച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഗെയിമിൽ തന്നെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതൊരു പുതിയ ഇമോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പുതിയ ഇമോട്ട്. ആ ഇവൻസിൽ തപ്പിയതിന് പിന്നെ ഓർമ്മയായി. വൗച്ചറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓർമ്മ എടുത്താൽ പിന്നെ ഇവൻസിൽ കാണൂല പിന്നെ മനസ്സിലായി. ഇപ്പം നമ്മളെന്തായാലും ഇവൻസിൽ മാറില്ല. പിന്നെ ഈ ഇമോട്ടാണ് പിന്നെ കിട്ടിയത്. പുതിയൊരു അടിപൊളി ഇമോട്ടാണ്. ഫ്രീ എടുക്കുന്നതിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.